Dear friends, learn English grammar with Madhav Mash. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കൺജങ്ഷൻസ് ഞാൻ പറഞ്ഞു. അതിനെ തുടർന്ന് കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു 4 കൺജങ്ഷനെ കൂടി പറഞ്ഞ് മനസ്സിലാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതേക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇല്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സോ ഡാഷ് 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 ദാറ്റ്, so that, to, as if, as though, although, though. ഇതിലെ സോ ഡാഷ് 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 ദാറ്റ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഒരു സബോർഡിനേറ്റീവ് കൺജങ്ഷനാണ്. അത് ആഡ്വർബിയൽ ക്ലോസ് ഓഫ് റിസൾട്ടിനെയാണ് കാണിക്കുക. ഈ സബോർഡിനേറ്റ് കൺജങ്ഷൻ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൗൺ ക്ലോസോ അഡ്ജക്റ്റീവ് ക്ലോസോ ആഡ്വർബിയൽ ക്ലോസോ ആയിരിക്കും. ഈ സോ ഡാഷ് ഡാഷ് ദാറ്റ് എന്ന് പറയുന്ന കൺജങ്ഷൻ ഒരു സബോർഡിനേറ്റീവ് കൺജങ്ഷനാണ്, ആഡ്വർബിയൽ കൺജങ്ഷനാണ്. ആഡ്വർബിയൽ കൺജങ്ഷനാണ്. അപ്പോൾ അത് ആഡ്വർബിയൽ ക്ലോസ് ആണ് ഉണ്ടാക്കുക. ആഡ്വർബിയൽ ക്ലോസ് ഓഫ് റിസൾട്ടാണ് പറയുക. അപ്പോൾ സോ ഡാഷ് ഡാഷ് ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ ആഡ്വർബിയൽ ക്ലോസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്, ആഡ്വർബിയൽ ക്ലോസ് ആണ്, ആഡ്വർബിയൽ ക്ലോസ് ഓഫ് റിസൾട്ട് ആണ്. അപ്പോൾ സോ ദാറ്റ് എന്ന് പറയുന്നത് ഒരു റിസൾട്ടിനെയാണ് കാണിക്കുക. ഇനി വെറും സോ ദാറ്റ് ഉണ്ട്, സോ ഡാഷ് ഡാഷ് ഒന്നുമില്ല, വെറും സോ ദാറ്റ്. അത് ഒരു സബോർഡിനേറ്റ് കൺജങ്ഷനാണ്. അത് ആഡ്വർബിയൽ ക്ലോസ് ഓഫ് ആഡ്വർബിയൽ കൺജങ്ഷനാണ്. മാത്രമല്ല അതൊരു പർപ്പസിനെ കാണിക്കും. സോ ദാറ്റ് ഒന്നിച്ച് എഴുതുമ്പോൾ അതൊരു ആഡ്വർബിയൽ ക്ലോസ് ഓഫ് പർപ്പസും, സോ ഡാഷ് ഡാഷ് ദാറ്റ് എഴുതുന്നത് ആഡ്വർബിയൽ ക്ലോസ് ഓഫ് റിസൾട്ടുമായിരിക്കും. അതേസമയം സോ ഡാഷ് ഡാഷ് ദാറ്റ് എന്നുള്ള കൺജങ്ഷൻ ഉപയോഗിച്ചിരിക്കുന്ന വാചകത്തിൽ ടു ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറയാം, ഈ ടു എന്നുള്ളൊരു കൺജങ്ഷൻ ആണെങ്കിൽ പോലും അതൊരു സബോർഡിനേറ്റീവ് കൺജങ്ഷൻ അല്ല. അതൊരു സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് ടു. ആദ്യത്തെ TOO പിന്നെ TO. അപ്പോൾ രണ്ടാമത്തെ ക്ലോസ് ടു ഇൻഫിനിറ്റീവ് ആയി വരുന്നതോടുകൂടി അതൊരു മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് ടു. സോ ദാറ്റ് എന്തിനാണ് ഉപയോഗിക്കുക? ആഡ്വർബിയൽ ക്ലോസ് ആണ് ഉണ്ടാവുക. ആഡ്വർബിയൽ ക്ലോസ് ഓഫ് റിസൾട്ട് തരുന്നു. വെറും സോ ദാറ്റ് ആണെങ്കിൽ ആഡ്വർബിയൽ ക്ലോസ് ഓഫ് പർപ്പസ് ഉണ്ടാക്കുന്നു. പിന്നെ ദോ എന്നുള്ളതും ആൾദോ എന്നുള്ളതും ആഡ്വർബിയൽ ക്ലോസ് ആണ്, ആഡ്വർബിയൽ ക്ലോസ് ഓഫ് പർപ്പസ് ആണ്. അതേസമയം പിന്നെ ദോ ആൾദോ എന്നുള്ളത് ആഡ്വർബിയൽ ക്ലോസ് ഓഫ് കൺസെഷൻ എന്നാ പറയാം. ദോ ആൾദോ ആഡ്വർബിയൽ ക്ലോസ് ഓഫ് കൺസെഷൻ. അപ്പോൾ ദോ ആൾദോ എന്നുള്ളത് ഒരു ആഡ്വർബിയൽ ക്ലോസ് ആണ്, സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതുപോലെ ആസ് ഇഫ് ആസ് ദോ എന്നുള്ളത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ആസ് ഇഫ് ആസ് ദോ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതൊരു മാനറിനെ കാണിക്കുന്നതാണ്. ആസ് ഇഫ് എന്നതുപോലെ മാനറിനെ കാണിക്കുന്നു. അപ്പോൾ ആഡ്വർബിയൽ ക്ലോസ് ഓഫ് പർപ്പസ്, റീസൺ, റിസൾട്ട്, കമ്പാരിസൺ, കൺസെഷൻ, കണ്ടീഷൻ, അങ്ങനെ 6 or 7 തരത്തിലുള്ള ആഡ്വർബിയൽ ക്ലോസ് ഉണ്ട്. ഞാൻ പറഞ്ഞു സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉപയോഗിച്ചാൽ സബോർഡിനേറ്റ് ക്ലോസുകളാണ് ഉണ്ടാവുക. സബോർഡിനേറ്റ് കൺജങ്ഷൻസിനെ കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോൾ നൗൺ ക്ലോസോ അഡ്ജക്റ്റീവ് ക്ലോസോ ആഡ്വർബിയൽ ക്ലോസോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ആഡ്വർബിയൽ ക്ലോസ് ഉണ്ടാക്കുന്ന ആഡ്വർബിയൽ ക്ലോസ് 7 തരമുണ്ട്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ളൂ, നൗൺ ക്ലോസ് എന്ന് പറഞ്ഞാലും ഒരു തരത്തിലുള്ളൂ. അപ്പോൾ ഈ ക്ലോസുകളെയൊക്കെ എങ്ങനെ കൂട്ടി യോജിപ്പിക്കുക, കൺജങ്ഷൻ കൊണ്ട് ക്ലോസുകളെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ക്ലോസുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഏത് ക്ലോസ് ആണ്, നൗൺ ക്ലോസ് ആണോ, അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ, ആഡ്വർബിയൽ ക്ലോസ് ആണോ എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പം നമുക്ക് ഈ പറയുന്ന കൺജങ്ഷൻ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയാം. നമുക്ക് ബോർഡിലേക്ക് പോകാം. രാമ ഈസ് വെരി ടയേർഡ്, ക്ഷീണിതനാണ്, അവനെ ഓടാൻ കഴിയുകയില്ല. സോ ദാറ്റ് വെച്ച് എഴുതാൻ പോകും. എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ രാമ ഈസ് സോ ടയേർഡ്. അപ്പോൾ അഡ്ജക്റ്റീവിൻ്റെ മുമ്പ് സോ വെച്ചു. ഇതൊരു അഡ്ജക്റ്റീവാണ്. ടയേർഡ് ക്ഷീണിച്ച അഡ്ജക്റ്റീവാണ്. so tired that. Our adjective കഴിഞ്ഞ ദാറ്റ് വെച്ചു. He cannot run.
രാമ ഈസ് സോ ടയേർഡ് ദാറ്റ് ഹി കനോട്ട് റൺ. ഇത് ഒരു രാമ ഈസ് സോ ടയേർഡ് മെയിൻ ക്ലോസും ദാറ്റ് ഹി കനോട്ട് റൺ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസുമാണ്. ആഡോബിയൽ ക്ലോസ് ഓഫ് റിസൾട്ട് ആണ്. അപ്പോൾ ഇയാൾ ടയേർഡ് ആയതിൻ്റെ റിസൾട്ട് എന്താ? ഓടാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ അത് ടു വെച്ച് എങ്ങനെ എഴുതുക? രാമ ഈസ് ടു ടയേർഡ് ടു റൺ. ഓടാൻ മാത്രം അവൻ ക്ഷീണിതനാണെന്ന് അർത്ഥം. ക്ഷീണിതനായതുകൊണ്ട് ഓടാൻ കഴിയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓടാൻ മാത്രം അവൻ ക്ഷീണിതനായതുകൊണ്ട് ഓടാൻ കഴിയില്ല. രാമ ഈസ് വെരി പുവർ. രാമൻ വളരെ രണ്ടാമത്തെ എക്സാമ്പിൾ ആട്ടോ. ഹി കനോട്ട് ബൈ എ കാർ. രാമ ഈസ് സോ പുവർ ദാറ്റ് ഹി കനോട്ട് ബൈ എ കാർ. അപ്പോൾ ഇയാൾ പുവറായതിൻ്റെ റിസൾട്ട് എന്താ? കാർ വാങ്ങാൻ കഴിയില്ല. അപ്പൊ സോ ദാറ്റ് കാണിക്കുന്ന ആഡോബിയൽ ക്ലോസ് ഓഫ് റിസൾട്ട് ആണ്. അത് ഞാൻ ടു വെച്ച് എഴുതാൻ പഠിപ്പിച്ചു എന്ന് മാത്രം. ടു സബോർഡിനേറ്റ് ക്ലോസ് അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ടു വെച്ച് വരുന്ന വാചകങ്ങളൊക്കെ സിമ്പിൾ സെന്റൻസ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ മെയിൻ ക്ലോസ്. രാമ ഈസ് ടു പുവർ ടു ബൈ എ കാർ. ഇത് എഴുതി പഠിക്കണം, വീണ്ടും എഴുതി പഠിക്കണം. അടുത്തത് ഈ മൂഡ് എസൈഡ്, അയാൾ സൈഡിലേക്ക് മാറി. ദ അതേഴ്സ് മൈറ്റ് കം ഇൻ. മറ്റുള്ളവർക്ക് അതിലേക്ക് വരാലോ. അപ്പൊ സോദാറ്റ് വെച്ചിട്ടായിരുന്നു. അപ്പൊ സോദാറ്റ് കാണിക്കുന്നത് എന്താണ്? പർപ്പസ് ആണ്. അപ്പൊ ഇയാൾ സൈഡിലേക്ക് മാറിയതിന്റെ പർപ്പസ് എന്താ? ഉദ്ദേശം എന്താ? മറ്റുള്ളവർക്ക് അകത്തേക്ക് വരാനുള്ളതാണ്. അതാണ് അവന്റെ ഉദ്ദേശം. അകത്തേക്ക് വരുവാനായിട്ട് അവൻ സൈഡ് മാറിക്കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഈ മൂഡ് എസൈഡ് സോ ദാറ്റ് ദ അതേഴ്സ് മൈറ്റ് കം ഇൻ. മറക്കരുത്, ഈ സോദാറ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സോദാറ്റ് ആഡോബിയൽ ക്ലോസ് ഓഫ് റിസൾട്ട് ആണെങ്കിൽ ഈ സോദാറ്റ് ആഡോബിയൽ ക്ലോസ് ഓഫ് പർപ്പസ് ആണ്. ഇനി ഈ ഷൗട്ടഡ് ലൗഡ്ലി, അവൻ ഒച്ച വെച്ചു. വൺ മൈറ്റ് തിങ്ക് ദാറ്റ് ഹി ഹാഡ് സീൻ എ ഗോസ്റ്റ്. ഒരാൾക്ക് തോന്നുക അവൻ ഏതോ ചെറുത്താനെ കണ്ടു എന്നുള്ളതാണ്. അത് ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ, എന്നതുപോലെ എന്നുള്ളതിന് അർത്ഥം. എന്നതുപോലെ. ഇത് രണ്ടിന്റെ അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഈ ഷൗട്ടഡ് ആസ് ഇഫ് ഹി ഹാഡ് സീൻ എ ഗോസ്റ്റ്, ഒരു ചെറുത്താനെ കണ്ടതുപോലെ അവൻ ഒച്ച വെച്ചു. ലൗഡിൽ നിന്ന് പിന്നെ വെക്കേണ്ട കാര്യം, ചെറുത്താനെ കണ്ടാൽ പിന്നെ നമ്മൾ ഒച്ച ഉറക്കല്ലാണ്ട് പിന്നെ പറഞ്ഞതല്ല. അപ്പൊ അതുകൊണ്ട് ലൗഡിൽ നിന്ന് വെക്കേണ്ട ആവശ്യം ഇല്ല. ഈ ഷൗട്ടഡ് ആസ് ഇഫ് അല്ലെങ്കിൽ ആസ് ദോ ഹി ഹാഡ് സീൻ എ ഗോസ്റ്റ്, കണ്ടിട്ടുണ്ടായിരുന്ന പോലെ അവൻ ഒച്ച വെച്ചു. എഴുതണം, വീണ്ടും എഴുതി പഠിക്കണം, വേറെ എക്സാമ്പിളുകൾ കണ്ടെത്തണം, എഴുതണം. ഇത് ഞാൻ വീണ്ടും എക്സാമ്പിളുകൾ തരുന്നതാണ്. ഹി വാസ് റിച്ച്, അയാൾ പണക്കാരനായിരുന്നു. ഹി ഡിഡ് നോട്ട് ഹെൽപ് ദ പുവർ, അവ പാവങ്ങളെ സഹായിച്ചില്ല. ദോ, എങ്കിലും, രണ്ടും അർത്ഥം എങ്കിലും തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ആസ് ഇഫ് ആസ് ദോ എന്ന് പറയുന്ന പോലെ സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ദോ ആർ ദോ, എങ്കിലും, ഇത് എന്നതുപോലെ. ഇനി ആൾദോ അല്ലെങ്കിൽ ദോ ഹി വാസ് റിച്ച്, പണക്കാരനായിരുന്നെങ്കിൽ ഹി ഡിഡ് നോട്ട് ഹെൽപ് ദ പുവർ, പാവങ്ങളെ അവൻ സഹായിച്ചില്ല. ആൾദോ അല്ലെങ്കിൽ ദോ ഹി വാസ് റിച്ച്, പണക്കാരനായിരുന്നെങ്കിൽ ഹി ഡിഡ് നോട്ട് ഹെൽപ് ദ പുവർ. ഇത് അപ്പോൾ ഇത്രയും കൺജങ്ഷൻ ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചു. ഇത്രയും കൺജങ്ഷൻ പഠിപ്പിച്ചു. ഈ കൺജങ്ഷൻ വെച്ച് എങ്ങനെയാണ് വാചകം എഴുതുക എന്നുള്ളത് ഓരോ വാചകം നിങ്ങൾ 2 or 3 പ്രാവശ്യം വെച്ച് എഴുതി പഠിച്ച് ഉറപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് കൂടുതൽ കൺജങ്ഷനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഇന്ന് എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.